Hi dears, welcome back to Shikascafe. ഇന്നത്തെ റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയും മീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും വയറ് നിറച്ച് ചോറ് കഴിക്കട്ടോ, കാരണം അത്ര ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പപ്പായ വെച്ചിട്ടാണ്. അപ്പോൾ പപ്പായൻ്റെ കൂടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒരു 3/4 ടീസ്പൂൺ കടുകാട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങഞ്ചിയാണ്. മാങ്ങഞ്ചി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചി 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങഞ്ചി നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മാങ്ങഞ്ചിക്ക് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മാങ്ങഞ്ചിക്ക്. മാങ്ങഞ്ചി നമ്മൾ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാനൊക്കെ നല്ലതാട്ടോ മാങ്ങഞ്ചി കഴിക്കുന്നത്. അപ്പോൾ മാങ്ങഞ്ചി ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങഞ്ചിൻ്റെ പോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വെളുത്തുള്ളി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മാങ്ങഞ്ചിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 450 ഗ്രാം വരുന്ന പപ്പായ കേട്ടോ. അപ്പോൾ പപ്പായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പപ്പായ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു കൊറോണ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ് ഈ ഒരു പപ്പായ. കാരണം ഈ ഒരു പപ്പായയിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ പപ്പായ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു കൊറോണ വന്നതൊക്കെ നമ്മളധികം ബാധിക്കുന്നത് നമ്മളെ ശ്വാസകോശത്തിനാണല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ പഴുത്തതായാലും പച്ചയായാലും ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പപ്പായക്ക് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ്മീരി മുളക് പൊടി അത്യാവശ്യം എരിവും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, 1 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പപ്പായും മാങ്ങഞ്ചി ഇങ്ങനെ മസാല ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും ദോശൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുളി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം. എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഈ ഒരു പപ്പായയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരുപാട് ചാറോട് കൂടിയിട്ടുള്ള കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ. കാരണം അങ്ങനെ കഴിക്കാനാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്പായ കുക്കായിട്ടുണ്ടോ നോക്കാം.
അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പപ്പായയും പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പായ ഒരുപാട് ഉടഞ്ഞു പോവണ്ട, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കായപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുത്ത് ആ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ ഒരു എരിവും പുളിയൊക്കെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മാങ്ങഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറിയാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്